ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തിന്റെ റീസണിങ് കറക്റ്റ് ആണോ എന്നുള്ളത് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ വരുന്നതാണ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. അതായത് ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഏത് ഇയറിലാണ് നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഇയറിലാണ് ഫസ്റ്റ് സെൻസസ് തുടങ്ങിയത്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫാക്ച്വൽ ആയിട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് ആ ഫാക്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ PYQ ആണ് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യും. സോ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. സ്ക്രീൻ കാണാമോ? ഇല്ലേ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജമീൻദാരി ടെന്യൂർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇതൊക്കെ PYQs ആണ്, NTA ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് NTA നെറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഈ PYQ അല്ലെങ്കിൽ ഈ ഒരു തീം റിപ്പീറ്റഡ് ആണ്. എസ്പെഷ്യലി ബ്രിട്ടീഷിന്റെ ലാൻഡ് സിസ്റ്റം ഉണ്ട്, അതായത് ടാക്സ് സിസ്റ്റം. ആ ഒരു ഭാഗം NTAയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ആ ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ജമീൻദാരി ടെന്യൂർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. സോ ആരായിരുന്നു ഈ ഒരു ജമീൻദാരി സിസ്റ്റം കൊണ്ടുവന്നത്? ഓപ്ഷൻ എ തോമസ് മുൻറോ, ഓപ്ഷൻ ബി ലോർഡ് കോൺവാലിസ്, പിന്നെ വരുന്നത് H വെങ്കടേഷ് സുബ്ബയ്യ, പിന്നെ മിർഡൽ. സോ ആർക്കെങ്കിലും അറിയോ ഇതിന്റെ ആൻസർ? ഒന്നുകിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓപ്ഷൻ സി ആണ് നന്ദന പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നോക്കാം. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലോർഡ് കോൺവാലിസ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇത് NTAയുടെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് 3 സിസ്റ്റം ആണ് പഠിക്കാനുള്ളത്. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യങ്ങളായിട്ട് NTA ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. സോ ഒന്നാമത്തത് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് റയത്ത് വാരി സിസ്റ്റം ആണ്. റയത്ത് വാരി സിസ്റ്റത്തിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നതാണ് പ്രീവിയസ് ഇയർ. മൂന്നാമത്തതാണ് മഹൽവാരി സിസ്റ്റം. മഹൽവാരി. അതില് ഈ 3 സിസ്റ്റം നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കത്തില്ല. സോ അതുകൊണ്ടാണ് ഇത് 3 ഒരുമിച്ച് പഠിക്കാൻ പറയുന്നത്. ഒന്നാമത്തെ പഠിക്കേണ്ട ഒരു കാര്യം, ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. സോ ജമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് ഇന്ത്യയിലെ ആദ്യത്തെ സിസ്റ്റം ആണിത്. സോ ഇന്നത്തെ ആദ്യത്തെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എവിടെയായിരുന്നു ആദ്യം ഇവിടെ ഭരണം ഉറപ്പിച്ചിരുന്നത്? ഇന്ത്യയിലേക്ക് വന്നിട്ട് 1757 പ്ലാസി യുദ്ധം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലാണ് ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവന്നത്? ആദ്യത്തെ ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവരുന്നത്. ഏതാണ് ആ ഏരിയ? ബംഗാളാണ് അല്ലെ? കോൺവാലിസ് പ്രഭു ആണ്. ഏരിയ എന്ന് പറയുന്നത് ബംഗാളാണ്. അന്നത്തെ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്നത്തെ ബംഗാൾ പ്രൊവിൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ബീഹാർ, ഒഡീഷ, പിന്നെ വെസ്റ്റ് ബംഗാൾ, അതായത് ബംഗ്ലാദേശൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗാട്ടോ. ആ ഒരു ഏരിയയിലാണ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് ജമീന്ദാർ ആയിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഭൂ ഉടമകളാണ്. ജമീന്ദാറാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. 60% ടാക്സ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കൽ ചോദിച്ചതാണ്, എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് 50 ആണോ 60 ആണെന്നുള്ളത് ഒരു തെറ്റിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഓർമ്മിക്കുക, 60% വാസ് ടാക്സ്. ആൻഡ് ടാക്സ് എന്തായിട്ട് കൊടുക്കണം? ടാക്സ് ഇവിടെ പണമായിട്ട് തന്നെ കൊടുക്കണം. ടാക്സ് പണമായിട്ട് തന്നെ നൽകണം. പണം ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അല്ലാതെ ടാക്സ്
നമ്മുടെ അഗ്രികൾച്ചറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒന്നും ആയിരുന്നില്ല. ജമീന്ദാരി സിസ്റ്റത്തിൽ ടാക്സ് പണമായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടി വന്നിരുന്നത്. വെൻ ഇറ്റ് കംസ് ടു റെഡ്വാരി വന്നിരുന്നത് ദക്ഷിണേന്ത്യയിലാണ്. അത് ബോംബെ മദ്രാസ് പ്രസിഡൻസിയിലായിരുന്നു. ബോംബെ മദ്രാസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വർഷം കൂടുന്നതോറും ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പിടിക്കാൻ തുടങ്ങി. മദ്രാസ് പിടിച്ചെടുത്തു. എങ്ങനെ? ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്, അതായത് അല്ലെങ്കിൽ ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ബ്രിട്ടീഷുകാർ എന്ത് പിടിച്ചെടുത്തു? നമ്മുടെ സൗത്ത് ഇന്ത്യ പാർട്ടായ മദ്രാസ് ഏരിയ ആൻഡ് ബോംബെ ഭാഗത്തുള്ള ആ ഏരിയയൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. സോ ഇവിടെ വരുന്നത് റൈറ്റ്വാരി സിസ്റ്റം വരുന്നത് മദ്രാസ്, ബോംബെ, ഡെക്കാൻ സോണിലാണ്. റൈറ്റ്വാരി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് നമ്മുടെ തോമസ് മുൺറോ ആണ്. തോമസ് മുൺറോ, ഓക്കെ, ഓർത്ത് വെക്കുക. തോമസ് മുൺറോ ആണ് ഇത് കൊണ്ടുവന്നത്. പെർമനന്റ് സിസ്റ്റം കൊണ്ടുവന്നത് ലോർഡ് കോൺവാലിസ് ആണ്. അടുത്ത മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്ന ആളാണ് വില്യം ബെന്റിക്. 1833. അപ്പോ നിങ്ങൾ ഏത് ഏരിയയിലായിരിക്കും മഹൽവാരി സിസ്റ്റം വരുന്നുണ്ടാവുക? മഹൽവാരി സിസ്റ്റം വരുമ്പോഴേക്ക് ഒരു സെൻട്രൽ പ്രൊവിൻസ് എത്തി, പിന്നെ നോർത്ത് വെസ്റ്റ് എത്തി, ആഗ്ര, പഞ്ചാബ്, ഗാംഗറ്റിക് വാലി, ആ ഒരു ഏരിയ. ബാക്കിയുള്ള സെൻട്രൽ ഇന്ത്യൻ പാർട്ടിലാണ് നമ്മുടെ മഹൽവാരി സിസ്റ്റം വരുന്നത്. സോ ഓർക്കേണ്ടത്, സെൻട്രൽ പ്രൊവിൻസ്, ആഗ്ര, പഞ്ചാബ്, നോർത്ത് വെസ്റ്റ് ഏരിയയിൽ വന്നു. പഞ്ചാബ് ഒക്കെ വരുമ്പോൾ നോർത്ത് വെസ്റ്റ് ആണ് വന്നത്. പിന്നെ ഗാംഗറ്റിക് പ്ലെയിന്, ആ മൊത്തത്തിലുള്ള സെൻട്രൽ ഇന്ത്യ മൊത്തം വന്നു മഹൽവാരി സിസ്റ്റം. പിന്നെ എന്താണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത? ഇവിടെ ജമീന്ദാരായിരുന്നു, അതായത് ഭൂവുടമകളായിരുന്നു ടാക്സ് കളക്ട് ചെയ്തത്. റൈറ്റ്വാരിയിലേക്ക് വരുമ്പോൾ കർഷകനിൽ നിന്ന് നേരിട്ടാണ് കേട്ടോ. കർഷകനിൽ നിന്ന് നേരിട്ട്, ഈ മിഡിൽ മാൻ ഒഴിവാക്കിയിട്ട് ബ്രിട്ടീഷുകാര് കർഷകനിൽ നിന്ന് നേരിട്ട്, പെസന്റിന്റെ അടുത്ത് നിന്ന് നേരിട്ടാണ് ടാക്സ് കളക്ഷൻ നടന്നിരുന്നത്. സോ മഹൽവാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ, മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയ, ഒരു റീജിയൻ, അതിനെ ഒരു മഹല്, ഓരോ വില്ലേജുകളായിട്ട് തരംതിരിക്കും. മഹൽ സിസ്റ്റം, അതായത് ഇപ്പൊ ഇന്ന് കേരളത്തില് മുസ്ലിംസിന്റെ ഇടയിലുള്ള ഒരു സിസ്റ്റമാണ് ഈ മഹല്ലുകൾ എന്ന് പറയും. ഓരോ ഇടവക എന്നൊക്കെ പറയുമല്ലോ, ഇടവക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് മഹല്ല് എന്ന് പറയുന്നത്. സോ മഹൽവാരി സിസ്റ്റത്തിൽ ഓരോ വില്ലേജിനെ ഓരോ മഹലായിട്ട് തിരഞ്ഞെടുക്കും. എന്നിട്ട് ഓരോ മഹലിന് ഓരോ ഗ്രാമത്തലവനുണ്ടാവും. അയാളാണ് ഇവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാം. ഓക്കെ, സോ വില്ലേജ് ഹെഡ് ആണ് ഇവിടെ ടാക്സ് കളക്ട് ചെയ്യപ്പെട്ടിരുന്നത് മഹൽവാരി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ. പിന്നെ പറഞ്ഞു ഇവിടെ 60% ആയിരുന്നു ടാക്സ് എന്നുള്ളത്. റൈറ്റ്വാരിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ഇന്നില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് അവര് ടാക്സ് മാറ്റിക്കൊണ്ടിരുന്നു, അവർ കൂട്ടി കൊണ്ടുവന്നിരുന്നു. സോ ടാക്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ഇവിടെയും മഹൽവാരി സിസ്റ്റത്തിലേക്കും വരുമ്പോൾ ഒരു കൃത്യമായ നിശ്ചിത തുക അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അവര് എന്താ വെച്ചാൽ അവർ കൃത്യമായ തുക പറയാതിരുന്നതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെസൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. സോ അതായിരുന്നു ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഇവിടെയൊന്നും പണമായിട്ട് നൽകണമെന്നില്ല ടാക്സ്. പണമായിട്ട് ടാക്സ് നൽകണം എന്ന് പറഞ്ഞത് ജമീന്ദാരി സിസ്റ്റത്തിലാണ്. അതാണ് ഓർത്ത് വെക്കേണ്ടത്. സോ ഐ ഹോപ്പ് യു ക്ലിയർ. ഈ 3 സെറ്റ് അല്ലേ? 3 സിസ്റ്റം ക്ലിയർ ആണല്ലോ. ഇത് 3 നന്നായിട്ട്, അതായത് NTA ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണ്. ഇതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. NTA നടത്തുന്ന നെറ്റ് എക്സാമിലായാലും CUT PGയിലായാലും. സോ ഐ ഹോപ്പ് ദിസ് ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If Britain was the ruling imperial power, India was its dash. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്ത്യൻ എക്കണോമിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ ടഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റൽ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അനലിറ്റിക്കൽ ആയിട്ട് വരും ചില ക്വസ്റ്റ്യൻസ്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു ഇത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ള മാക്രോയിലും മൈക്രോയിലും ഉള്ള പോലെ ഒരു കൺസെപ്റ്റ് ഇവിടെ കാര്യമായിട്ട് വരുന്നില്ല.
സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഇതിന്റെ ആൻസർ ഏതാണ്? എ കോളനി. ഓക്കെ, ബാക്കിയുള്ളവര്? സോ ആൻസർ എന്ന് പറയുന്നത് കോളനി തന്നെയാണ്. ഇവിടെ കോളനിയാണ് ആൻസർ. ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഭരിക്കുന്ന ഒരു ഇമ്പീരിയൽ പവർ ആണ്. സോ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ആ സമയത്തെ ഒരു കോളനിയാണ്, ഒരു ടെറിട്ടറി അല്ല. ടെറിട്ടറി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തുള്ളതാണ് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇത് രാജ്യത്തുള്ളതല്ലോ. ബ്രിട്ടൻ എന്ന് പറയുന്നത് വേറൊരു കോണ്ടിനെന്റിലാണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഇന്ത്യ ബ്രിട്ടന്റെ ഒരു കോളനിയാണ്, നെയ്ബറും അല്ല, ഇന്ത്യ സൂപ്പർ പവറും അല്ല. സോ നിങ്ങൾക്ക് കൂളായിട്ട് ഇവിടെ ഈ 3 ഓപ്ഷൻസും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഓപ്ഷൻ എയിലേക്ക് വരാം. സോ വളരെ ഈസിയാണ്, കോളനിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Prior to the establishment of British rule in India, which of the following was or were true for the Indian economy? ബ്രിട്ടീഷ് റൂളിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യൻ എക്കണോമി എങ്ങനെയുള്ള ഒരു എക്കണോമി ആയിരുന്നു? ഓപ്ഷൻ എ, ഇന്ത്യ ഹാഡ് an independent economy and flourishing markets. Option B, livelihood of Indian people was mainly based on agriculture. Indian handicrafts, textile industries, and metallic work enjoyed a worldwide market. D, all of the above. ഏതാണ്? ഡി ഡി ഓക്കെ, റൈറ്റ്. ആൻസർ ഡി ആണ്. ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥ, ഇന്ത്യ ഒരു ആൻഷ്യന്റ് കാലഘട്ടത്തിൽ തന്നെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉള്ള സമയത്ത് തന്നെ ഇന്ത്യയിൽ അത്രയും ഫേമസ് ആണ് ഇന്ത്യ. ട്രേഡ് ആൻഡ് കൊമേഴ്സിന് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ആ സമയത്ത് എന്തായിരുന്നു, ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്കണോമി ഉണ്ടായിരുന്നു, അടിപൊളി മാർക്കറ്റ് ആയിരുന്നു ഇവിടെ. നിങ്ങൾക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഫസ്റ്റ് വരുന്ന ആരാണ്? നമ്മുടെ പോർച്ചുഗീസുകാരാണ് അല്ലെ. പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയാണ് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തേക്ക് വന്ന് ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. സോ ആ സമയത്ത് ഇവിടേക്ക് പോർച്ചുഗീസ് വരാൻ കാരണം ഇന്ത്യൻ മാർക്കറ്റ് അത്രയും ഫേമസ് ആയിരുന്നു. ആ സമയത്ത് അറബ്സ് ആയിട്ട് ഇന്ത്യക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻസ് ആയിട്ട് നല്ല ഒരു കച്ചവട ബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് പണ്ട് മുതലേ ഇന്നും ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് അല്ലെ. അഗ്രികൾച്ചർ ഓറിയന്റഡ് ആൻഡ് സർവീസ് ഡ്രിവൺ എക്കണോമി എന്ന് പറയും ഇന്ത്യൻ എക്കണോമിയുടെ. കാരണം എന്തുകൊണ്ടാ, ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പോർഷൻസ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണ്. പക്ഷെ ഇന്ത്യൻ GDP-യിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ ആണ്. സോ ദാറ്റ്സ് വൈ വി കോൾ സർവീസ് ഡ്രിവൺ എക്കണോമി. അതായത് സർവീസ് സെക്ടർ എന്നാണ് ഏറ്റവും കൂടുതൽ GDP-യിലേക്ക് പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിലും, പക്ഷെ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ എന്നാണ്. ഓക്കെ, പിന്നെ ആ സമയത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും സോ സിൽക്ക് റൂട്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും പണ്ട് മുതലേ ഉള്ള. സോ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു സംഭവം തന്നെ നമുക്ക് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഈ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ. ദ പേഴ്സൺ ഹു മെയ്ഡ് ദ മോസ്റ്റ് notable attempt to calculate India's national income during the British rule in India on the eve of Indian independence was? ആരായിരുന്നു നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ആ വ്യക്തി? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. സോ ആരാണ്? ഓപ്ഷൻ എ ഓ ഹ്യൂം, ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി, ഓപ്ഷൻ സി സുരേന്ദ്രനാഥ് ബാനർജി, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. സോ ആരാണ്? ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി, ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി ആണ്. ദാദാഭായ് നവറോജി ആണ് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ആളെന്ന് പറയുന്നത്. ദാദാഭായ് നവറോജിനെ കുറിച്ച് പറയുമ്പോൾ, ദാദാഭായ് നവറോജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നമ്മുടെ ഒരു 1857 റിവോൾട്ടിന് ശേഷം ഇന്ത്യ ഒരു
ഇന്ത്യയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ ഒരു റിവോൾട്ടിന് ശേഷം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദാദാഭായ് നവറോജി, ആ ഒരു മോഡറേറ്റ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ 3 ഫേസുകൾ പറയുമ്പോൾ ആ ഒരു മോഡറേറ്റ് ഫേസിലാണ് ദാദാഭായ് നവറോജി വരുന്നത്. ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയും. ആളെ വിശേഷിപ്പിക്കുന്നതാണ് ഓൾഡസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ. ആൻഡ് പിന്നെ നമ്മുടെ എന്താ പറയാ INCയുടെ 3 വട്ടം പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു ആൾ എന്ന് പറയുന്നത്, ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 3 സെഷനിലെ സമ്മേളനങ്ങളിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പാഴ്സി വംശജനായിട്ടുള്ള ഒരാളാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ദാദാഭായ് നവറോജി 1867-68 സമയത്താണ് ഫസ്റ്റ് ഒരു നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യാൻ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. പിന്നെ എന്താണ്, അദ്ദേഹം ഓൾസോ എസ്റ്റിമേറ്റഡ് പെർ ക്യാപിറ്റ ഇൻകം 20 രൂപയായിട്ടാണ് അദ്ദേഹം അന്ന് പെർ ക്യാപിറ്റ ഇൻകം, ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ട്, അറിയേ, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. 1867 അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രൊപ്പോണ്ട് ചെയ്ത ഒരു തിയറിയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്താണ് ആ തിയറി പറയുന്നത്? നമ്മുടെ വെൽത്ത് ഇവിടുന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ആര്? ബ്രിട്ടീഷുകാര്. സോ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി കൊണ്ടുവന്ന ആള് ദാദാഭായ് നവറോജിയാണ്. ഓർക്കുക. സോ ഇത് ദാദാഭായ് നവറോജിനെ കുറിച്ച് തന്നെ 3-3-ലേറെ പ്രാവശ്യം NTA ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മൾ പഠിക്കുന്ന സമയത്ത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, the most predominant sector of the Indian economy prior to independence was agriculture, industry, service sector, trade sector. ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ എക്കണോമിയിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിക്കാറുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ, അതെ അതെ, ഓപ്ഷൻ എ തന്നെയാണ്, അഗ്രികൾച്ചർ ആണ്. സോ ഇന്നും അഗ്രികൾച്ചർ തന്നെയാണ് കേട്ടോ പ്രീഡോമിനന്റ് സെക്ടർ എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ്, പക്ഷെ GDP കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ സർവീസ് സെക്ടർ ആണ്. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ചോദിക്കാം. നമ്മുടെ കോവിഡിന്റെ സമയത്ത്, ഡ്യൂറിങ് കോവിഡ് പീരീഡ്, എല്ലാ സെക്ടറിനും എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ട്രൂ ഓർ ഫാൾസ്? അഗ്രികൾച്ചറും പിന്നെ സർവീസ് സെക്ടർ അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, എല്ലാ സെക്ടറും ഗ്രോത്ത് നെഗറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? അല്ല, തെറ്റാണ്. സോ ഇതിൽ ഏത് സെക്ടറാണ് നമ്മളൊരു പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായിരുന്നത്? കൊറോണന്റെ സമയത്ത് പോസിറ്റീവ് ഗ്രോത്ത് ഏത് സെക്ടറിനായിരുന്നു? ഏത് സെക്ടറാ? ഇവിടെ നമ്മുടെ അഗ്രികൾച്ചറിനാട്ടോ, അഗ്രികൾച്ചർ സെക്ടറിനാണ് ഒരു പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായിരുന്നത് കൊറോണയുടെ സമയത്ത്. എനിക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മതി, കാരണം എല്ലാവരും വീട്ടിലായി അല്ലെ. കൊറോണയുടെ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇവിടെ ലോക്ക്ഡൌൺ ആയി, എല്ലാവരും വീട്ടിൽ പോയി, എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി, എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങി. ഒബ്വിയസ്ലി എന്താണ്, കൃഷിയുടെ അല്ലെ അഗ്രികൾച്ചറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. പക്ഷേ ആ സമയത്തും നമ്മുടെ GDPയുടെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഏത് സെക്ടറാണ് മുന്നിൽ? സർവീസ് സെക്ടർ തന്നെയാണ് കേട്ടോ. സോ ഇത് മറക്കരുത്. നമ്മുടെ എക്കണോമിക് സർവേയിൽ നമ്മുടെ ചീഫ് എക്കണോമിക്സ് അഡ്വൈസർ പറഞ്ഞ കാര്യം കൂടിയാണ്. അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ആ സമയത്ത് കൂടുതലായിട്ടുണ്ടെങ്കിലും പോസിറ്റീവ് ഇതുണ്ടെങ്കിലും, പക്ഷെ നമ്മുടെ GDPയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ആ സമയത്തും സർവീസ് സെക്ടർ തന്നെയാണ് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ മെയിൻ റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ? എന്തായിരുന്നു മെയിൻ റീസൺ, സ്റ്റാഗ്നേഷന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലെ സെക്ടറിൽ? പ്രവീണ സി, ഓക്കെ, സി, അതെ,
ആൻസർ സി തന്നെയാണ്, നമ്മുടെ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം കാരണം കൃത്യമായിട്ട് ഫാർമേഴ്സിന് കൃത്യമായിട്ടുള്ള ഇവിടെ ഒരു ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ? ഇവരുണ്ടാക്കുന്നതിന്റെ മെയിൻ പോർഷൻസ് ഇവർക്ക് ടാക്സ് ആയിട്ട് കൊടുക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ ഡ്രോട്ട് സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ, ഏത് തരത്തിലുള്ള എന്ത് നഷ്ടം വന്നാലും ബ്രിട്ടീഷേഴ്സിന് അവർ പറഞ്ഞ ആ പൈസ കൊടുത്തേ പറ്റൂ. അല്ലാത്ത പക്ഷം അവരുടെ ലാൻഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും, അല്ലെ ലാൻഡ് ലോഡ്സ് വന്നിട്ട് അവരെ അവിടുന്ന് പുറത്താക്കും. സോ ആ ഒരു സമയത്ത് ഒരു അഗ്രികൾച്ചറൽ സെക്ടറിന്റെ സ്റ്റാഗ്നേഷന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം മൂന്നെണ്ണാണ്. ഒന്ന് ജമീന്ദാരി, റയത്വാരി, മഹൽവാരി. സോ കണ്ടോ, വീണ്ടും ആ ഒരു ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന് ഇവിടെ ക്വസ്റ്റ്യൻ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് സെൻസസ് ഇയർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ഇയർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഏതാണ്? ആയിരത്തി 991? എ ആണോ? എ അല്ലല്ലോ. എ എന്ന് പറയുമ്പോ ഇങ്ങെത്തിയില്ലേ, 91 നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലല്ലോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഒന്നിക്കിൽ ഈ രണ്ട് ഓപ്ഷൻസേ വരാൻ പാടുള്ളൂ ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ 947 കൂട്ടാം. സോ നമുക്ക് മനസ്സിലാക്കേണ്ടത് 1757 പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഇവര് എന്താണ് ഒരു സെൻസസ് നടത്താൻ സാധ്യതയില്ല. സോ ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത് 991 അപ്പം ബ്രിട്ടീഷ് ഇന്ത്യ അല്ല. ബ്രിട്ടീഷ് ഇന്ത്യ മറികടന്ന് ഇവിടെ നമ്മൾ LPG റിഫോംസിന്റെ ആ സമയത്ത് എത്തി. രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ഒന്ന് 947, ഒന്ന് 851. സോ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് 851. 851 നമ്മുടെ ഫസ്റ്റ് സെൻസസ് നടക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ. സോ അത് ഓർത്ത് വെക്കുക. ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്തത്, ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഹാഡ് എ മേജർ സെറ്റ് ബാക്ക് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇൻ പെർട്ടിക്കുലർ? ഏത് ഇൻഡസ്ട്രിക്കായിരുന്നു ഡീഇൻഡസ്ട്രിയലൈസേഷൻ മെയിൻ ആയിട്ട് സെറ്റ് ബാക്ക് കൊണ്ടുവന്നിരുന്നത്? ഏതായിരുന്നു? ഇവിടെ എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ്സ് ആട്ടോ. ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രിക്കാണ് ഡീഇൻഡസ്ട്രിയലൈസേഷൻ മേജറായിട്ട് ബാധിച്ചിരുന്നത്. അയൺ ആൻഡ് സ്റ്റീൽ അല്ല, കോട്ടനും അല്ല, കോളും അല്ല. ആ സമയത്തുള്ള നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒന്ന് കോട്ടൺ ആയിരിക്കണം, പിന്നൊന്ന് ഹാൻഡിക്രാഫ്റ്റ് ആയിരിക്കണം. കാരണം കോളും അയണും സ്റ്റീൽ എന്ന് പറയുന്നത് ആ സമയത്ത് അത്ര പോപ്പുലർ അല്ല. സോ നിങ്ങൾക്ക് ആ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ഒരു 50-50 എത്താൻ പറ്റും. ഒന്നിക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ആവാം, അല്ലെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് ആവാം. അതിന് തന്നെ നിങ്ങൾക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാം. നമുക്കൊന്നുമില്ല ഇവിടെ 50-50 എന്നുള്ള ഒരു ഓപ്ഷൻ എത്താം. നമുക്ക് മൂന്ന് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം കേട്ടോ. അതായത് ഒന്നിക്ക് ഫുള്ളി 3 ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് 50-50 എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് 50-50 സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. സോ നിങ്ങളുടെ ചാൻസ് എന്ന് പറയുന്നത് അത് ശരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒരു 50-50 എത്തിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം ഒരു ടോപ്പർ എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഷൻ നമ്മൾ എക്സാമിന് അടുപ്പിച്ച് വെക്കുന്നതായിരിക്കും. സോ അതിൽ നമുക്കൊരു 3 റൗണ്ട് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റൗണ്ടിൽ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 100% ഷുവർ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പാണ് ആൻസർ. അങ്ങനെയുള്ള ആൻസർ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു 50-50 ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. തേർഡ് റൗണ്ടിലേക്ക് വരുമ്പോഴാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. അതും നമ്മൾ ഒരു പ്രൊപ്പോർഷൻ നോക്കുക, എത്ര ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു, ഇനി എത്ര ചെയ്യാൻ ബാക്കിയുള്ള ഒരു പ്രൊപ്പോർഷൻ നോക്കിയിട്ട് മാത്രമേ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, production of a large amount of cash crops for the purpose of export is termed as?
നമ്മുടെ ക്യാഷ് ക്രോപ്സിന്റെ ലാർജ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടിനെ അല്ലെ പ്രൊഡക്ഷനെ പറയുന്ന ഒരു പേരെന്താണ്? പ്രവീണ എ പറഞ്ഞിട്ടുണ്ട്, എ സാനിയ എ. സോ മറ്റുള്ളവർക്കും കമന്റ് ഇടാട്ടോ, നിങ്ങൾക്ക് അറിയുന്നതായിക്കോട്ടെ, തെറ്റിക്കോട്ടെ. തെറ്റിയാൽ എന്താണ്, നമുക്ക് ആ തെറ്റിയത് കാരണം ആൻസർ പഠിക്കാൻ പറ്റും. സോ എക്സാമിന് ചിലപ്പോൾ അത് ഉപകാരപ്പെടും. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇത് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്? ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ബ്രിട്ടീഷേഴ്സിന് ഗാന്ധി ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹം കേട്ടിട്ടുള്ളവർ, കേൾക്കാത്തവരായിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. സോ ചമ്പാരനിൽ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിന്റെ പ്രശ്നമായിരുന്നു ഗാന്ധി അഡ്രസ് ചെയ്യാൻ പോയിരുന്നത്. ആ സമയത്ത് എന്ന് പറയുന്നത് അവിടെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു തിങ്കാത്തിയ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. 5/20 ഓഫ് ദ ഏരിയ ഓഫ് ദ ലാൻഡ് ഈ ഒരു ഇൻഡിഗോ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കണമായിരുന്നു. കാരണം ഇന്ത്യയിലെ ഇൻഡിഗോ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ അല്ലെ യൂറോപ്യൻ മാർക്കറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ ആ സമയത്തായിരുന്നു ജർമ്മൻ കേട്ട് കളറായിട്ടുള്ള ഒരു, എന്താ പറയാ, ആർട്ടിഫിഷ്യൽ കളർ, ജർമ്മനിയിൽ നിന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്നതും ഇൻഡിഗോയുടെ ആവശ്യകത അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നത്. സോ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഉറപ്പ് നൽകിയ പൈസയൊന്നും ഇവിടെ കർഷകർക്ക് നൽകുന്നില്ല. കർഷകർ പറ്റിക്കപ്പെടുകയാണ്. കാരണം കർഷകരുടെ ഒരു വലിയൊരു പോർഷന് ഇൻഡിഗോന് വേണ്ടി മാറ്റിവെക്കപ്പെടുകയും അവിടെ നടേണ്ട സാധാരണ ക്രോപ്സ്, അതായത് റൈസ് ഓർ ബജ്ര അല്ലെങ്കിൽ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടാൻ പറ്റാതിരിക്കുകയും കർഷകർക്ക് വളരെ വലിയ തോതിലുള്ള ഒരു നഷ്ടം വരുന്നുണ്ട്. സോ ആ സമയത്ത് അവിടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അഗ്രികൾച്ചറിന് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫാർമേഴ്സിനോട്, പെസൻസിനോട് ഇൻഡിഗോ പോലെ അല്ലെങ്കിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ പറയുകയും അങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ് പിന്നെ മറ്റുള്ള കൃഷിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു തീം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കേണ്ടത്, നമ്മുടെ എപ്പോഴും PYQs നോക്കുമ്പോൾ തീം വൈസ് നോക്കാൻ ശ്രമിക്കുക. ഏത് തീം എന്നാണ് വന്നിട്ടുള്ളത്? നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ, ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസ്ഥ നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ടുള്ള മെൻഷൻ ചെയ്ത ഒരു ഭാഗമാണ്. സോ ആ തീം വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ ഒരു മണ്ടത്തരങ്ങളായിട്ടുള്ള കുറച്ച് ഓപ്ഷൻ, ഗ്രേറ്റ് ഇന്ത്യൻ ഡയസ്പോറ, ഇവിടെ ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇൻഡസ്ട്രീന്റെ കൊമേഴ്ഷ്യലൈസേഷൻ ആണ്, ഒരിക്കലും അല്ല. അഗ്രികൾച്ചറിന്റെ തുടക്കം അല്ലല്ലോ. സോ ആൻസർ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, അപ്പാർട്ട് ഫ്രം കോട്ടൺ വിച്ച് അതർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് സോ ഇറ്റ്സ് അഡ്വാൻസ്മെന്റ് ഇൻ പാർട്സ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ? കണ്ടോ, അഗെയിൻ ബ്രിട്ടീഷ് റൂളിലെ അഗ്രികൾച്ചറൽ ഭാഗത്ത് നിന്ന് കൊമേഴ്ഷ്യലൈസേഷൻ വന്നു. കോട്ടന്റെ കൂടെ വേറെ ഏത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഏതായിരുന്നു? ജ്യൂട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്, പേപ്പർ ഇൻഡസ്ട്രി ഉണ്ട്, ടീ. ഏതാണ്? സോ ഇവിടെ ആൻസർ വരുന്നത് ജ്യൂട്ടാണ്. ബാക്കിയൊക്കെ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. പേപ്പർ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ഇതിലേക്ക് അടുത്തിൽ പേപ്പറിനെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റെൻഡിൽ വേണമെങ്കിൽ പറയാം ഇവിടെ. പക്ഷേ ടീ എന്ന് പറയുന്നതല്ല. ടീ എന്താണ്? ടീ ടെക്സ്റ്റൈൽ അല്ല, അതുപോലെ തന്നെ ഷുഗറും അല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഒരു 50-50 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇത്. ജൂട്ട് തന്നെയാണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് വാസ് റിട്ടൺ ബൈ ദാദാഭായ് നവറോജി? കണ്ടോ, വീണ്ടും ദാദാഭായ് നവറോജി വന്നു. നേരത്തെ ആൻസർ ദാദാഭായ് നവറോജി ആയിരുന്നു, അതേ ആൻസറിന് ഇവരെ ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് വാസ് റിട്ടൺ ബൈ ദാദാഭായ് നവറോജി? ഏതാണ് ദാദാഭായ് നവറോജി ബുക്ക്? ഏതാണ്? സോ ഇവിടെ ആൻസർ വരുന്നത് പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഫേവറേറ്റ് ടോപ്പിക് എന്ന് മാത്രമല്ല, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കൂടിയാണ്. സോ നമ്മുടെ തീം വൈസ് എടുക്കുമ്പോൾ ബ്രിട്ടീഷ് ആ എറ അല്ലെങ്കിൽ ആ ഒരു സമയത്തിൽ ദാദാഭായ് നവറോജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. സോ ഇവിടെ രണ്ടാമത്തെ ഒരു PYK ആണ്, റിപ്പീറ്റഡ് ആണ്. സോ ദാദാഭായ് നവറോജി എഴുതിയ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡാഷ് സോ ദ ഡ്രെയിൻ ഓഫ് പ്രോഫിറ്റ് ഫ്രം സ്മോൾ ഫാമേഴ്സ് ടു ജമീന്ദാർസ് ഇൻ ബംഗാൾ. അഗെയിൻ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം വന്നു. ഏത് സിസ്റ്റം ആണ് ഇവിടെ? ഇംപീരിയൽ സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റം, കൊളോണിയൽ സിസ്റ്റം, ഓൾ ഓഫ് ദി എബോവ്. ഏതാണ്? ഇവിടെ നമ്മളെ കീ വേർഡ് എന്ന് പറയുന്നത് ജമീന്ദാർസ് ഇൻ ബംഗാൾ ആണ്. ബംഗാൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജമീന്ദാർ എന്ന് പറയുമ്പോൾ ജമീന്ദാരി സിസ്റ്റത്തിലാണ് ജമീന്ദാർസ് ഉണ്ടായിരുന്നത്. സോ ഇവിടെ ആൻസർ ഏതാണ്? ജമീന്ദാരി സിസ്റ്റം ആണ്. ഓക്കെ, ബംഗാളിൽ ജമീന്ദാർ ആയിരുന്നു, ജമീന്ദാരി സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്ന് ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. പിന്നെ അടുത്തായിട്ട് വളരെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് 5-year പ്ലാൻസ് എന്ന് പറയുന്നത്. 5-year പ്ലാൻസും പിന്നെ പോവേർട്ടി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ വീഡിയോ യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ ആ സെഷൻ കാണാം. അതിനുശേഷം ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ PDF ഷെയർ ചെയ്യുന്നതാണ്. സോ ആ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആ ടോപ്പിക്കിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. എനി ഡൗട്ട്സ് ഉണ്ടോ? ഇത് നമുക്ക് ഇവിടെ സെഷൻ എൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ, എന്നാലും ഇവിടെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.